Hi students, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ സയൻസിന്റെ 6th. So first topic എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്. So ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് നമ്മൾ പറയുന്ന നേരത്തെ നമ്മൾ സാധാ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു മൈക്രോസ്കോപ്സിനെ. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ആയി. അതായത് അവിടെ നമ്മൾ സാധാ ലൈറ്റും അല്ലെങ്കിൽ ലെൻസിനും ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ഹൈലി എനർജറ്റിക് ആയ ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു സ്പെസിമെനിൻ്റെ ഇമേജിനെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്പെസിമെനിനെ മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് യൂസ് ചെയ്ത് അതിനെ ഒരു ഇമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺസിനെ, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മാഗ്നിഫിക്കേഷനും റിസോൾവിങ് പവറും സാധാരണ ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ലിവിങ് ആയിട്ടുള്ളതിനെയോ നോൺ ലിവിങ് ആയിട്ടുള്ള സ്പെസിമെനെയോ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിനെ ഡീറ്റെയിൽ സ്റ്റഡി ടിഷ്യൂസിനെ, സെൽസിനെ പറ്റിയൊക്കെ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്, ഇനി ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അല്ലെങ്കിൽ സെം എന്ന് പറയും. സെക്കൻഡ് വൺ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അല്ലെങ്കിൽ ടെം എന്ന് പറയും. തേർഡ് വൺ സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അല്ലെങ്കിൽ സ്റ്റെം എന്ന് പറയും. സോ ഈ 3 മൈക്രോസ്കോപ്പിയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കകത്തുള്ളത്. ഇതിൽ സ്കാനിങ്ങിൻ്റെയും ട്രാൻസ്മിഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് സ്റ്റെം, അല്ലെങ്കിൽ സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്കാനിങ്, എന്താണ് ട്രാൻസ്മിഷൻ എന്ന് ജസ്റ്റ് നോക്കാം. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലും ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലും നമ്മൾ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസിനെ ആയിരിക്കും മാഗ്നിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ബീം ഓഫ് ഇലക്ട്രോൺസ് ആ സ്പെസിമെനിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് സെക്കൻഡറി ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്തുണ്ടാവുന്ന മൈക്രോസ്കോപ്പിയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. നമ്മളുടെ ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺസ് നമ്മളുടെ സ്പെസിമെനിൽ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ സ്പെസിമെൻ സെക്കൻഡറി ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയും. രണ്ടാമത്തെ തരമായ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ എന്താണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി? സോ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടാവും. ഈ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നായിരിക്കും ഇലക്ട്രോൺ ബീമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുണ്ടായ ഇലക്ട്രോൺ ബീംസ് നേരെ ചെന്ന് നമ്മൾക്ക് ഏത് മെറ്റീരിയലിനാണോ അല്ലെങ്കിൽ ഏത് സ്പെസിമെനെയാണോ മാഗ്നിഫൈ ചെയ്ത് കാണേണ്ടത്, ആ മെറ്റീരിയലിൻ്റെ സർഫസിൽ ചെന്ന് ഒരു സ്കാൻ നടത്തും. നമുക്ക് ഓൾറെഡി അറിയാം എന്താ സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർഫസിൽ ചെന്ന് സ്കാൻ ചെയ്യുന്നു. ഈ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ മെറ്റീരിയൽ സെക്കൻഡറി ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്തിട്ട് ആ കളക്ട് ചെയ്ത സെക്കൻഡറി ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇമേജ് ഈ സാമ്പിളിൻ്റെ സർഫസിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ആദ്യമേ ഒരു ഇലക്ട്രോൺ ഗൺ ഉപയോഗിച്ച് ബീം ഓഫ് ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ബീം ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് നമ്മൾ ഏത് മെറ്റീരിയലിൻ്റെ ഇമേജാണോ നമുക്ക് വേണ്ടത് അതിനെ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്കാൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ നമ്മൾ ഡിറ്റക്ടർ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്തിട്ട് ഇമേജ് ആക്കുന്നു. സോ ഈ റൈറ്റ് സൈഡിൽ ഇത് കാണുന്നതാണ് നമ്മളുടെ സ്കാനിങ് ഇലക്ട്രോൺ. സോ ഇതാണ് ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഡയഗ്രാം. സോ നേരത്തെ നമ്മൾ ഫിഗറിൽ കണ്ടത് ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. സോ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ ഗണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ബീംസിനെയാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകളാണ്. അതേപോലെ തന്നെ ഈ ഫോക്കസ്ഡ് ബീം ഒരു റാസ്റ്റർ സ്കാനിങ് ഫാഷനിലാണ് നമ്മളുടെ ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ട്, റാസ്റ്റർ സ്കാനിങ് മെത്തേഡ് തന്നെയാണ് ഇവിടെ സ്പെസിമെനെ സ്കാൻ ചെയ്യാൻ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഇലക്ട്രോൺ ബീം ലൈൻ ബൈ ലൈൻ ആയിട്ട് സ്കാൻ ചെയ്യുന്നു.
ഇങ്ങനെ സ്കാനിങ് കാരണം സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ ഒരു ഡിറ്റക്ടർ എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു 2 ഡയമെൻഷൻ ഇമേജ് പ്ലോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുന്നത് പോലെ ഇവിടെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് വന്ന് ഒരു സ്പെസിമെനെ ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഹിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്തു പോകും. അതിനെയാണ് ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഇലക്ട്രോൺസ് ആ സ്പെസിമെൻ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ്. ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തെറിച്ചു പോകുന്നത്, വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ തെറിച്ചു പോകുന്നത്. സോ നമ്മൾ ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത് സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനാണ്. സോ സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ്ലി ബയാസ്ഡ് ആയിട്ടുള്ളൊരു ഡിറ്റക്ടർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി ഇലക്ട്രോൺസ് ഈ ലോ എനർജിയിലായിട്ടുള്ള ഇലക്ട്രോൺസ് ആ ഡിറ്റക്ടറിലേക്ക് അട്രാക്റ്റഡ് ആവും. പക്ഷേ ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് അവർക്ക് എനർജി കൂടുതലായതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് സ്കാറ്റർ ചെയ്തു പോകും. അവിടെ നമ്മൾ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഡിറ്റക്ടർ വെച്ചിട്ട് ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യും. സോ എപ്പോഴും സ്പെസിമെന് അടുത്ത് ഉണ്ടാകുന്നത് സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ്. അത് നമുക്ക് ഡിറ്റക്ടറിലേക്ക് ഡയറക്റ്റ് ബയാസ്ഡ് ഡിറ്റക്ടറിലേക്ക് കളക്ട് ചെയ്യാം. ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസിന് എനർജി കൂടുതലായിരിക്കും. അവർ കുറച്ചുകൂടെ ഉയർത്തി പോകുന്നത് നമുക്ക് അവിടെ ബയാസ്ഡ് ഡിറ്റക്ടർ വെച്ച് കളക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടി ഉയരത്തിൽ സാധാ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഡിറ്റക്ടർ വെച്ചിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഇനി ഈ ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസും സ്പെസിമെനകത്തുനിന്ന് വരുന്നതാണ്. പക്ഷേ സ്പെസിമെനിൻ്റെ നല്ല ഡെപ്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് സ്പെസിമെൻ്റെ ടോപ്പോളജിയെ പറ്റി പഠിക്കാൻ പറ്റും. സ്പെസിമെൻ്റെ ടോപ്പോളജിയെ പറ്റി ഒന്നും അറിയാൻ പറ്റത്തില്ല, പക്ഷെ വേറെ മറ്റു പല സ്റ്റഡികൾക്കും വേണ്ടിയിട്ട് യൂസ്. സോ സ്പെസിമെൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന കളക്ട് ചെയ്യുന്ന സ്കാറ്റേഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉപയോഗിച്ച് നമുക്ക് സ്പെസിമെൻ്റെ ടോപ്പോളജിയെ പറ്റി സ്റ്റഡി ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെസിമെൻ്റെ അടുത്ത് നിന്നും കിട്ടുന്ന ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ ടോപ്പോളജി അല്ലെങ്കിൽ സർഫസ് സ്റ്റഡീസിന് പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഡെപ്തിനകത്തുള്ള ആ സ്പെസിമെൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അതിനകത്തുള്ളത്, അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയൊക്കെയാണ്, ഓരോ മെറ്റീരിയൽസ് ഏതൊക്കെ പ്രോപ്പർട്ടി ഉള്ളതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് നമ്മുടെ സെം ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഒബ്സർവ് ചെയ്യുന്ന ചില ടിഷ്യൂസ്. ഒന്ന് ഹ്യൂമൻ ബ്ലഡ് സെൽസ്, പിന്നെ ലിംഫോസൈറ്റ്, പോളൻ ഗ്രെയിൻസ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ. സോ അതേപോലെ തന്നെ നമുക്ക് ബാക്ടീരിയാസിനെ പറ്റി സ്റ്റഡീസ്, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ പറ്റിയുള്ള സ്റ്റഡീസ്, RBC, ഇങ്ങനെയുള്ള നമ്മുടെ ലിവിങ് ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെൽസിൻ്റെ സ്റ്റഡീസിനും നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിനെ ഉപയോഗിക്കും. അതുമാത്രമല്ല നമ്മൾ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും മെറ്റീരിയൽ സയൻസിലെ ഈ ഒരു പെർട്ടിക്കുലർ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ മെറ്റീരിയൽസിൻ്റെ കോമ്പോസിഷൻ, അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ടോപ്പോളജി, അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഓരോ എലമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വേരി ചെയ്യും, ഇതൊക്കെ നമുക്ക് സ്റ്റഡീസ് വേണ്ടി ഉപകരിക്കുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് എന്നാണ്. ഹൈ എനർജി ഇലക്ട്രോൺസിന് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്സ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്. അതിൻ്റെ ഒരു കൈൻഡാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. 3 ടൈപ്പ് ഉണ്ട്. സെം ഉണ്ട്, ടെം ഉണ്ട്, സ്റ്റെം ഉണ്ട്. ഇതിൽ സെം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനിയും അടുത്ത വീഡിയോസിൽ നമ്മൾ ബാക്കി രണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.